പലരെയും വിസ്മരിച്ച മുൻകാല ഫുട്ബോൾ താരങ്ങളെ വീണ്ടും മലയാളി മനസ്സുകളിലേക്ക് എത്തിക്കാനുള്ള കഠിന ശ്രമത്തിലാണ് സ്റ്റീഫൻ ആൻ്റണി കല്ലറയ്ക്കൽ എന്ന എറണാകുളത്തുകാരൻ. കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം നിരന്തരം യാത്ര ചെയ്ത് 200-ലധികം ഫുട്ബോൾ താരങ്ങളുടെ അഭിമുഖങ്ങൾ ഈ മനുഷ്യൻ ചിത്രീകരിച്ചു കഴിഞ്ഞു. ഓർമ്മകളുടെ പടവുകൾ കയറുകയാണ് സ്റ്റീഫൻ ആൻ്റണി കല്ലറയ്ക്കൽ. ഒരു കാലത്ത് കളിക്കളങ്ങളെ ത്രസിപ്പിച്ച കാൽപന്തുകാരെ തേടിയാണ് ഈ യാത്ര. നമ്മുടെ അഭിമാന താരങ്ങളിൽ പലരും ഇന്ന് ആരാലും അറിയാതെ അർഹിച്ച അംഗീകാരം കിട്ടാതെ ഇവിടെ എവിടെയൊക്കെയോ ഉണ്ട്. ഞാൻ തൃശ്ശൂർ വെച്ചിട്ട് ഒരു സീനിയറായ ഒരു കളിക്കാരനെ പറ്റി ചോദിക്കുകയാണ്. അപ്പോൾ ആ കൂട്ടത്തിലെ സീനിയറായ ഒരാൾ എന്നോട് ചോദിക്കുകയാണ് അതാരാണ്. അതെനിക്ക് വലിയൊരു ഷോക്കായിരുന്നു. കാരണം അത്രയും ഫേമസ് ആയ അത്രയും പ്രശസ്തനായ ഒരാളെ ഇന്ന് സ്വന്തം നാട്ടുകാർ പോലും ഓർക്കുന്നില്ലെങ്കിൽ അപ്പോൾ അത്ര പ്രശസ്തി നേടിയിട്ടില്ലാത്ത ഒരുപാട് കളിക്കാരുണ്ടാവില്ലേ നമ്മുടെ നാട്ടിൽ. അപ്പോൾ അവരെയൊക്കെ ഓർക്കുന്നുണ്ടാവും. അപ്പോൾ അവരെയൊക്കെ ഒരിക്കൽ കൂടി ജനമധ്യത്തിലേക്ക് എത്തിക്കണം എന്നുള്ള ഒരൊറ്റ ചിന്തയിൽ നിന്നാണ് ഇങ്ങനൊരു ഉദ്യമം ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ ജീവനക്കാരനായ സ്റ്റീഫനും ഭാര്യ മോളിയും കഴിഞ്ഞ 3 വർഷമായി സഞ്ചരിച്ചത് 25,000-ലധികം കിലോമീറ്റർ. 200-ലധികം മുൻകാല താരങ്ങളെയും പരിശീലകരെയും ക്ലബ്ബ് ഭാരവാഹികളെയും കണ്ട് സംസാരിച്ചു. അവരുടെ അഭിമുഖങ്ങൾ സ്പർശനമെന്ന തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ഫുട്ബോൾ ആരാധകരിലെത്തിച്ചു. ഞാൻ ട്രിവാൻഡ്രത്ത് പോയി ഒരാളെ ഇൻ്റർവ്യൂ ചെയ്തു. അദ്ദേഹത്തിന് 92 വയസ്സുണ്ട്. ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഇങ്ങനെ കൈ കൂപ്പി പിടിച്ചുകൊണ്ട് കണ്ണൊക്കെ നിറഞ്ഞു പറയുകയാണ്, മോനെ ഒരു കഴിഞ്ഞ 40 വർഷത്തിനിടയ്ക്ക് ഒരാൾ പോലും എന്നെ അന്വേഷിച്ച് വന്നിട്ടില്ല. നീ എറണാകുളത്ത് നിന്ന് ഇത്രയും ദൂരം എന്നെ തേടി വന്നല്ലോ. അപ്പോൾ അവരുടെ ആ മുഖത്ത് കാണുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, അത് നമുക്ക് തരുന്ന ഒരു എനർജി ഉണ്ട്. ഇനി അതുപോലെ ഒരു 100 ഇൻ്റർവ്യൂ ചെയ്യാനുള്ള ഒരു എനർജിയാണ് ആ ഒരൊറ്റ സ്മൈലിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി നേടിയിട്ട് 50 കൊല്ലം കഴിഞ്ഞു. ആ ചരിത്ര നേട്ടം റേഡിയോയിലൂടെ കേട്ട അന്നു മുതലാണ് സ്റ്റീഫൻ ഫുട്ബോളിന്റെ ആരാധകനാകുന്നത്. ഒരു കളിക്കാരനല്ലെങ്കിലും ജീവിതത്തിന്റെ ഫൈനൽ വിസിൽ മുഴങ്ങുന്നതിനു മുമ്പ് ഇന്ത്യൻ ഫുട്ബോളിനായി എന്തെങ്കിലും ചെയ്യണമെന്ന ആഗ്രഹം. യുവപ്രതിഭകളെ വളർത്തിക്കൊണ്ടുവരാനുള്ള ഒരു ക്ലബിന്റെ പണിപ്പുരയിലാണ് സ്റ്റീഫൻ ഇപ്പോൾ. നമ്മൾ ഈ യാത്രയിൽ കണ്ട ഒരുപാട് അക്കാഡമികളുണ്ട്. അവിടുത്തെ ഫീസ് 5 ലക്ഷമായിരിക്കും, അല്ലെങ്കിൽ 6 ലക്ഷമായിരിക്കും, 4 ലക്ഷമായിരിക്കും. ഒരു സാധാരണക്കാരൻ്റെ കുട്ടിക്കും ആ തരത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റില്ല. നമ്മളൊരു കുട്ടിയെ എടുത്താൽ നമ്മളിപ്പോൾ പ്ലാൻ ചെയ്തേക്കുന്ന 8 മുതൽ 10 വയസ്സ് വരെയുള്ള കുട്ടികളെ എടുക്കുക എന്നുള്ളതാണ്. അവരെ അടുത്ത 15 വർഷത്തേക്ക് പൂർണ്ണമായും അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ഹെൽത്ത്, എഡ്യൂക്കേഷൻ, അവരുടെ ഫുട്ബോൾ കോച്ചിങ് സംബന്ധമായ എല്ലാ കാര്യങ്ങളും ഈ ഫൗണ്ടേഷനായിരിക്കും വഹിക്കാൻ പോകുന്നത്. കായിക പ്രേമികൾ തൻ്റെ സ്വപ്നത്തിനൊപ്പം നിൽക്കുമെന്ന പ്രതീക്ഷയിലാണ് സ്റ്റീഫൻ ആൻ്റണി. അനിൽ വാസുദേവ്, സ്പോർട്സ് ഡെസ്ക്, 24. അനിൽ വാസുദേവ് നമുക്കിപ്പോൾ വീണ്ടും ചേരുന്നു. അനിൽ വാസുദേവ്, വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ. അനിൽ, ഇദ്ദേഹത്തിന് ഒരു ക്ലബ്ബ് രൂപീകരിക്കണമെന്നൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ ആഗ്രഹം. അതിനുള്ള ഫണ്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എവിടെ നിന്നാണ് ലഭിക്കാൻ സാധ്യത? ഈ സ്റ്റീഫൻ ആൻ്റണി കല്ലറയ്ക്കലിൻ്റെ വലിയൊരു ഉദ്ദേശമാണ്. കാരണം ഇന്ത്യൻ ഫുട്ബോളിനെ എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ഒരു ആരാധകൻ്റെ വലിയ ആഗ്രഹമാണ് അദ്ദേഹത്തിനുള്ളത്. അദ്ദേഹം ഇപ്പോൾ തന്നെ അതിനുള്ള ഒരു പ്രവർത്തനങ്ങളൊക്കെ തന്നെ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നമ്മൾ ആ ബൈറ്റിൽ പറഞ്ഞിരിക്കുന്നത് പോലെ പല ക്ലബ്ബുകളിലും ചെന്ന് ചേരാൻ ഒരുപക്ഷെ 4 ലക്ഷമോ 5 ലക്ഷമോ ഒക്കെ തന്നെയാണ് കുട്ടികൾക്ക് വേണ്ടത്. നിർധന കുടുംബത്തിൽപ്പെട്ട കുട്ടികൾക്ക്, അല്ലെങ്കിൽ പാവപ്പെട്ട വീട്ടിലെ കുട്ടികൾക്ക്, സാധാരണക്കാർക്ക് ഒരുപക്ഷെ ഇതൊക്കെ തന്നെ വളരെ അപ്രാപ്യമാണ്. അതുകൊണ്ട് കുട്ടികൾക്ക് ഒരു ഫ്രീ ആയി ഒരു ക്യാമ്പ് അല്ലെങ്കിൽ അത്തരം ഒരു ക്ലബ്ബ് തുടങ്ങാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. 2025 ഈ ക്ലബ്ബ് തുടങ്ങും. അതിനകത്ത് ഫ്രീ ആയിട്ടായിരിക്കും 8 മുതൽ 15 വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള കോച്ചിങ് നൽകുക. അതിന് ആവുന്ന സഹായങ്ങളെല്ലാം തന്നെ കായിക പ്രേമികൾ നൽകണമെന്നാണ് അദ്ദേഹത്തിന്റെ അഭ്യർത്ഥന. ഓക്കെ, താങ്ക് യു അനിൽ വാസു. ഇന്നലെ അദ്ദേഹത്തിന്റെ സ്വപ്നം പൂവണിയട്ടെ, ആളുകൾ അദ്ദേഹത്തെ സഹായിക്കട്ടെ, അങ്ങനെ ഒരു ക്ലബ്ബ്, കുട്ടികളെ ഫ്രീ ആയി പഠിപ്പിക്കുന്ന ക്ലബ്ബ് ഉണ്ടാകട്ടെ.